സിംഗർ ഉണ്ടല്ലോ, വേടൻ സിംഗറിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. എന്തിന്, എന്ത് കാണിക്കാന്? എനിക്കിത് മനസ്സിലാവുന്നില്ല. അർഹതപ്പെട്ട എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ മലയാള ഇൻഡസ്ട്രിയിൽ. നമ്മുടെ പി ഭാസ്കരൻ സാറും വയലാറും രചിച്ച വരികൾ വെച്ച് നോക്കിയിട്ട് ഇവനിത് എന്ത് കാണിച്ചിട്ടാണ് ഈ പുരസ്കാരം? അവർ ചോദിച്ചത് എത്ര കറക്റ്റായ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. വേടൻ സിംഗർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷേ ആ സ്ഥാനത്ത് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ, അദ്ദേഹത്തിന് പകരം വെക്കാനായിട്ട് ഇന്നും ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം. അപ്പോൾ ആ ഒരു അഭിപ്രായം അവർ വന്ന് പറഞ്ഞപ്പോൾ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് സഹിക്കാൻ പറ്റത്തില്ല. ആ കമൻറ്റുകൾ അവർ പറയുന്നത്, നിങ്ങളുടെ അച്ഛനും ഇങ്ങനെ ഒരു കേസിൽ പെട്ടതല്ലേ, അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് നിങ്ങളുടെ അച്ഛൻ അവാർഡ് കിട്ടിയത്? ആ ജഗതി ശ്രീകുമാർ എന്ന അതുല്യ കലാപ്രതിഭയും വേടനും എങ്ങനെ അവരെ താരതമ്യപ്പെടുത്താൻ പറ്റും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതേ മണ്ടത്തരമാണ്. പിന്നെ എന്ത് ചെയ്തിട്ട് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടാണ് സംസ്ഥാന സർക്കാർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ ആ ഒരു അവാർഡിന് എന്ത് വിലയാണ്? അതായത് കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് കേസിൽ പെട്ട ഒരു വ്യക്തി. അപ്പം ആ വ്യക്തിയെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, ഇന്നത്തെ തലമുറയുടെ ഒരു ഗതികേട് തന്നെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു പോകുന്നത്. കുട്ടി എന്തുകൊണ്ടും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സമൂഹത്തിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഷ്ടമേ കഷ്ടം. എൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാമേ. അത് പറയാൻ നീ ആര്? പിന്നെ ഡാഷ്, അത് പറയണില്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ എത്രയോ അവാർഡ് അർഹതയില്ലാത്തവർക്ക് മുന്നേയും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്കിത് പറയാൻ തോന്നിയില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ തന്നെയാണ്. അദ്ദേഹം ഒരു കേസിൽ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന എല്ലാവർക്കും അറിയാലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജാതിയാണോ? ഇവിടെ ജാതിയല്ല പ്രശ്നം, ജാതിയല്ല ഇവിടെ ഉദ്ദേശിച്ചത്, ഒരിക്കലും ജാതിയല്ല. എന്നിട്ട് അടുത്ത കമൻറ്റ് അതിനോടൊപ്പം തന്നെ, പിന്നെ തന്തയില്ലാത്തരം പറഞ്ഞാൽ തന്തയ്ക്ക് വിളി കേൾക്കേണ്ടി വരും എന്നൊരു ഭീഷണി കൂടി. കാലം കലികാലം, അല്ലാതെ എന്തു പറയാൻ.